കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയും അവൻ്റെ സഹോദരങ്ങളെയും ജനിപ്പിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇവിടെ ഈ 1-ാമത്തെ അധ്യായത്തിൽ മത്തായി യേശുക്രിസ്തുവിൻ്റെ ഒരു വംശാവലിയെക്കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ആ ഒരു സന്തതിയിൽ നിന്ന് ആ ഒരു വംശത്തിൽ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളതിനെ അത് പറയുവാൻ വേണ്ടിയാണ് ഈ വംശാവലി മത്തായി ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇവിടെ നോക്കുമ്പം യൂദ ജനത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദ രാജസിംഹം എന്നാണ് യേശുവിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു യഹൂദ ആ ഒരു ഗോത്രത്തിൽ തന്നെയാണ് യേശുക്രിസ്തു ജനിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ അത് 1-ാമത്തെ അധ്യായം താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ യാക്കോബ് യഹൂദയെ പ്രസവിച്ചു, അതിടത്ത് യഹൂദ പിന്നാരെ പ്രസവിച്ചു, അങ്ങനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോ തലമുറകളെക്കുറിച്ചും പറയുകയാണ്. എൻ്റെ 16-ാമത്തെയും 17-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറയും 14 ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു എന്ന്. അപ്പോൾ ആ ഒരു തലമുറ അങ്ങനെ 14 വെച്ച് പറയുകയാണ്. അബ്രഹാം തൊട്ട് യേശുക്രിസ്തു വരെ ഒരു 14 വരെ. എൻ്റെ പ്രിയ ദൈവമക്കളെ, അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വംശവരലാറ് ആ ഒരു 1-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു യഥാർത്ഥമായിട്ടൊരു ദൈവമാണോ, ഈ ഭൂമിയിൽ അങ്ങനെ മനുഷ്യനായിട്ട് വന്നോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ഇടയിൽ പല ക്വസ്റ്റ്യൻസുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതിനെ എടുത്ത് വായിച്ച് നോക്കാം. അപ്പോഴും മനസ്സിലാകും ആ ഒരു തലമുറയിലാണ് യേശു ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അവർക്കറിയാമെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ അത് അവർക്ക് അരുളപ്പെട്ട് അപ്പോഴപ്പോഴുള്ളത് അവരുടെ അന്നത്തെ രീതിയിൽ എഴുതി വച്ചിരുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ്റെ പേര് എനിക്ക് എൻ്റെ അപ്പൂപ്പൻ്റെ പേരറിയാം, അടുത്ത് അപ്പയുടെ പേരറിയാം, അങ്ങനെ എൻ്റെ മക്കൾക്കും അവരുടെ 2 പേരെ പേരും അറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് 1, 2, 3 തലമുറകളെ പേര് തന്നെ അറിയാൻ പറ്റും. പക്ഷേ യേശുക്രിസ്തു ആ ഒരു ജനിച്ചു വന്ന ആ ഒരു വഴിയെക്കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായിട്ടും അത് നാം വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ നമുക്കും ഈ അബ്രഹാമിൻ്റെ ആ ഒരു സന്തതിയിൽ യേശു ജനിച്ചതുപോലെ ആ ഒരു തലമുറയിൽ അബ്രഹാമിൻ്റെ വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ആയിരിക്കുമ്പോൾ നാമും ഒരു വിശ്വാസ ജീവിതത്തിലിരുന്നു കൊണ്ട് അബ്രഹാമിൻ്റെ ആ തലമുറയിൽ തന്നെ പെട്ടവരായി അപ്പോൾ തന്നെ ആ ഒരു യേശു ജനിച്ചു വന്ന ആ ഒരു വംശാവലിയിൽ നമുക്കും ജനിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ ജനനത്തെക്കുറിച്ച് ആഘോഷിക്കുന്ന ഈ മാസത്തെ കർത്താവെ, ആ ഒരു വചനത്തിൽ കൊടുത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനെക്കുറിച്ചുള്ള ആ ഒരു വംശാവലിയെ ഞങ്ങൾ വായിച്ചറിയുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദി. കർത്താവ്, അബ്രഹാമിൻ്റെ ആ ഒരു തലമുറയിൽ യേശുക്രിസ്തു ജനിച്ചു എന്നിരിക്കുന്നു. ആത്മീയരായ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചവർക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്ര സ്വീകാരവും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയും തരുമ്പോൾ ആ ഒരു വംശാവലിയിൽ നമുക്കും പേര് ലഭിപ്പാൻ എൻ്റെ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവരെയും ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ, ആമേൻ.